ദേശീയപാത യാത്രയിൽ വാർഷിക പാസ് പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ 3000 രൂപയുടെ വാർഷിക ഫാസ്ടാഗ് പാസ് നൽകും. പദ്ധതി ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരും. ആക്ടിവേഷൻ മുതൽ ഒരു വർഷത്തേക്കല്ലെങ്കിൽ 200 യാത്ര എന്നതാണ് ഈ ഒരു പാസിന്റെ കാലാവധി എന്ന് പറയുന്നത്. വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദ് ഉണ്ട് ദില്ലിൽ നിന്നും. റഷീദ്, ഈ സൂചിപ്പിച്ചത് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിപ്പോൾ പ്രാവർത്തികമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. പക്ഷേ ഇത് ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകും റഷീദ? അതിര തീർച്ചയായും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് നിർത്തലാക്കണം എന്നതടക്കമുള്ള ഈ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ടോൾ ഒരു പാസ്സാക്കി നൽകിക്കൊണ്ട്, അതായത് ഒരു വാർഷിക പാസ്സാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നീങ്ങുന്നത്. 3000 രൂപയുടെ ഒരു വാർഷിക പാസ് എന്ന നിലക്കാണ് ഈ പദ്ധതി അവതരിപ്പിക്കുക. ഓഗസ്റ്റ് 15 തീയതി ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷ കാലയളവ് അല്ലെങ്കിൽ ഈ യാത്രയിൽ 200 യാത്രകൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു സമയമായിരിക്കും ഇതിൻ്റെ ഈ ഒരു പാസിൻ്റെ കാലാവധി എന്നുള്ളതാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രാജ്യത്തുടനീളമുള്ള ഹൈവേകളിൽ ഈ യാത്രാ പാസ് ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനാകും. അതേസമയം വാണിജ്യ വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാസ് നൽകില്ല എന്നുള്ള കാര്യം കൂടി കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ്. കാറ്, ജീപ്പ്, വാന് തുടങ്ങിയിട്ടുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഈ പാസ് അനുവദിക്കുക. ഈ 60 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള ഒരു പാസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു അനിശ്ചിതത്വം രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിയമ നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 15 തീയതി ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി പ്രാബല്യത്തിൽ വരിക. NHAയുടെയും അതോടൊപ്പം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെയും വെബ്സൈറ്റുകളിൽ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉടൻ തന്നെ ഒരുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുകയാണ്. റഷീദ്, അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. തടസ്സരഹിതമായിട്ടുള്ള ഹൈവേ, അതോടൊപ്പം തന്നെ ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കുക, തർക്കങ്ങൾ ഒഴിവാക്കുക, അത്തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് കേന്ദ്രം ഇത്തരം നിലപാടിലേക്ക് നീങ്ങുന്നത്, ഒരു പദ്ധതിയിലേക്ക് കടക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. അതുമാത്രമല്ല, ഈ വാർഷിക പദ്ധതി എന്ന് പറയുമ്പോൾ 200 യാത്രകൾ മാത്രമാണ്. അതിൽ ഒരു യാത്ര എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതുമാകുമ്പോൾ തന്നെ 2 കഴിയുകയാണ്. അത്തരത്തിൽ എത്രത്തോളം ഗുണകരമായി ജനങ്ങൾക്ക് ഇത് മാറും എന്നുള്ളത് വരും മണിക്കൂറുകൾ നമ്മൾ കാണേണ്ടതായിരിക്കുന്നു, അല്ലെ റഷീദ? തീർച്ചയായും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര ഗതാഗത മന്ത്രാലയം തന്നെയാണ്. ഈ ഫാസ്ടാഗ് സംവിധാനം ഒരുക്കിയ സമയത്ത് പോലും വലിയ ഒരു വെല്ലുവിളി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ രാജ്യത്തുടനീളമുള്ള ഫാസ്ടാഗ് സംവിധാനങ്ങളൊക്കെ തന്നെയും ഈ ഇത്തരത്തിൽ ഫാസ്ടാഗ് സംവിധാനം ഒരുക്കിയിട്ട് പോലും വിവിധ മേഖലകളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പാസ് എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ പദ്ധതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ നിതിൻ ഗഡ്കരി തന്നെ പറയുന്നത് ഈ മേഖലയിൽ, അതായത് ഈ ടോൾ പ്ലാസകളിൽ തിരക്ക് കുറക്കാനാകും, അതോടൊപ്പം ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സമയം അത് കുറക്കാനാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം 200 പാസ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾക്ക്, ഗുണഭോക്താക്കൾക്ക് ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത നിലനിൽക്കുന്നില്ല. കാരണം നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ അത് കൗണ്ട് ചെയ്യപ്പെടും. 200 എന്നതിൽ നിന്ന് കുറഞ്ഞു വരികയും ചെയ്യും. അത്രത്തോളം ഒരു ഉപഭോക്താവിന് എത്ര യാത്രകൾ ചെയ്യാനാകും, അല്ലെങ്കിൽ ഒരു വർഷത്തിനകം എത്രത്തോളം പ്രാവശ്യം ഇത് റീചാർജ് ചെയ്യേണ്ടി വരും എന്നതടക്കമുള്ള ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉടൻ പുറത്തിറക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.